ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSC ഞാനിതാ വീണ്ടും അടുത്ത ക്ലാസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ മലയാളം തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. മലയാളത്തിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്? മലയാളത്തിൽ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീലിംഗം അതുപോലെ തന്നെ പുല്ലിംഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതിൽ നമ്മൾ 3 ക്ലാസ്സുകൾ എടുത്തു. കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഒരു 130 വേർഡ്സുകൾ നമ്മൾ സ്ത്രീലിംഗം പുല്ലിംഗം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ക്ലാസ്സോടുകൂടി നമുക്ക് ആ ഭാഗം ഫിനിഷ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ 131ാമത്തെ വേർഡാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ക്ലാസ്സോടുകൂടി നമ്മളിത് ഫിനിഷ് ചെയ്യും. നിങ്ങൾ നോക്കി നോക്കുക അതിന്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട്. അപ്പൊ അതിന്റെ ഓരോ ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോഴും ആ ഒരു ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളിലൂടെ ഒക്കെ നമ്മൾ പോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നെക്സ്റ്റ് ഫസ്റ്റ് വേർഡ് ഏതാണ്? ശ്രോതാവ്. ശ്രോതാവ്. ശ്രോതാവിന്റെ സ്ത്രീലിംഗം എന്താണ്? ശ്രോത്രി എന്നാണ് കേട്ടോ. ശ്രോതാവ്, ശ്രോത്രി. ഓക്കെ, നെക്സ്റ്റ് മാനി. മാനി. മാനിയുടെ സ്ത്രീലിംഗം എന്താണ്? മാനിനി ആണ് കേട്ടോ. മാനിനി. ഓക്കെ, നെക്സ്റ്റ് യക്ഷകൻ. യക്ഷൻ. യക്ഷൻ. യക്ഷന്റെ യക്ഷിണി ആണ്. യക്ഷൻ, യക്ഷിണി. ഓക്കെ, യക്ഷൻ, യക്ഷിണി. പറഞ്ഞു പഠിക്കട്ട. യാചകൻ. യാചകൻ. യാചകന്റെ എന്താണ്? യാചകിയാണ്. യാചകൻ, യാചകി. ഓക്കെ, യാത്രികൻ. യാത്രികന്റെ എന്താടോ? യാത്രിക. ഏതാണ്? യാത്രിക. ഓക്കെ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലെ? യാത്രികൻ, യാത്രിക. ഓക്കെ, യാത്രക്കാരനാണെങ്കിലോ? യാത്രക്കാരൻ. യാത്രക്കാരന്റെ എന്താ വരിക? വളരെ സിമ്പിൾ അല്ലെ? യാത്രക്കാരി. യാത്രക്കാരി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പഠിച്ചു കഴിഞ്ഞ ആളുകളാ വിചാരിക്കുക, അവർക്ക് റിവിഷൻ ചെയ്യണം. അപ്പൊ ഞാൻ അങ്ങനെ ശ്രോതാവ്, അപ്പൊ നിങ്ങൾക്ക് കണ്ണടച്ച് ശ്രോത്രി. മാനി, മാനിനി. അങ്ങനെ പറഞ്ഞ് പഠിക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടുന്നില്ലേ? ഉണ്ടാവുമായിരിക്കും അല്ലെ? നെക്സ്റ്റ് വിദ്വാൻ. വിദ്വാൻ. വിദ്വാന്റെ എന്താണ്? വിദുഷിയാണ് കേട്ടോ. വിദ്വാൻ, വിദുഷി. പലതും നമ്മൾ റിപ്പീറ്റ് അടിച്ച് വരുന്നുണ്ടാവും. വിദൂഷകൻ. വിദൂഷകൻ. എന്താ വിദൂഷകന്റെ? വിദൂഷകി. 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 ഓക്കെ, നെക്സ്റ്റ് പണ്ടാല. പണ്ടാലയുടെ എന്താണ്? പണ്ടാല. കോവിലമ്മയാണ് കേട്ടോ. കോവിലമ്മ. ഓക്കെ, അപ്പൊ പണ്ടാല, കോവിലമ്മ. നോക്കാം. ശ്രോതാവ്, ശ്രോത്രി. മാനി, മാനിനി. യക്ഷൻ, യക്ഷിണി. യാചകൻ, യാചകി. യാത്രികൻ, യാത്രിക. യാത്രക്കാരൻ, യാത്രക്കാരി. വിദ്വാൻ, വിദുഷി. വിദൂഷകൻ, വിദൂഷകി. പണ്ടാല, കോവിലമ്മ. അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആയില്ലേ? ഓക്കെ, 139 ആയിട്ടോ നമ്മള്. നിങ്ങൾ ആലോചിച്ചു, 139 എന്നൊന്നും പറഞ്ഞ ഒരു ചെറിയ നമ്പർ അല്ല കേട്ടോ ഈ ഒരു ഭാഗവുമായി റിലേറ്റ് ചെയ്തിട്ട്. പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയൊക്കെ അറിയുന്ന ആളുകൾ ഉണ്ട് എന്ന് വേണം ഇത് കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കാൻ കേട്ടോ. 140. ഓക്കെ, കത്തനാർ. കത്തനാർ. കത്തനാറിന്റെ എന്താടോ? കത്തനാർ. ബസ്കിയമ്മയാണ് കേട്ടോ. കത്തനാറുടെ ലേഡി ബസ്കിയമ്മ. കത്തനാർ, ബസ്കിയമ്മ. നായരോ? നായർ. അതിന്റെ എന്താ? നേത്യാർ. ഓക്കെ, നേത്യാർ. നേത്യാർ അല്ലെങ്കിൽ അച്ചി എന്നും പറയാറുണ്ട്. അച്ചിക്കോന്തെന്ന് കേട്ടില്ലേ? അച്ചി. ഓക്കെ, നെക്സ്റ്റ് കർഷകൻ. കർഷകൻ. കർഷകന്റെ എന്താ? കർഷകി. പദശുദ്ധിയിലും ഇതൊക്കെ വരാട്ടോ. അപ്പൊ എഴുതി പഠിക്കുക. പറഞ്ഞു നോക്കുമ്പോ ഇങ്ങനെ പറയുമ്പോ എഴുതി നോക്കുക. ഓക്കെ, ഈശ്വരൻ. ഈശ്വരൻ. ഈശ്വരന്റെ എന്താ? ഈശ്വരിയാണ്. ഈശ്വരൻ, ഈശ്വരി. ഓക്കെ, ഈശ്വരൻ, ഈശ്വരി.
നെക്സ്റ്റ് മനീഷി. മനീഷിയുടെ എന്താ വരിക? മനീഷിണിയാണ്. മനീഷിണി, മനീഷി, മനീഷിണി. ഓക്കെ. നെക്സ്റ്റ് സാക്ഷി. സാക്ഷി. സാക്ഷിയുടെ എന്താ? സാക്ഷിണിയാണ്. സാക്ഷി, സാക്ഷിണി. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ. വിമോചകൻ. വിമോചകൻ. വിമോചകന്റെ എന്താണ്? വിമോചകയാണ് കേട്ടോ. വിമോചക. വിമോചിക എന്നൊക്കെ തോന്നാൻ പാടില്ല. വിമോചകയാണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് രക്ഷകർത്താവ്. രക്ഷാകർത്താവ്. രക്ഷാകർത്താവിന്റെ എന്താ വരിക? രക്ഷാകർത്തൃ. അത് തന്നെ, രക്ഷാകർത്തൃ. ഓക്കെ, ക്ലിയർ ആയല്ലോ. രക്ഷാകർത്തൃ. 148. കണിയൻ. പറഞ്ഞു നോക്കൂ, കണിയന്റെ എന്താണ്? ട്രൈ. കണിയന്റെ എന്താ? കണി, കണിയാട്ടി. കണിയൻ, കണിയാട്ടി. ഓക്കെ, 149 യാദവൻ. യാദവൻ. യാദവന്റെ എന്താണ്? യാദവൻ. പറഞ്ഞു നോക്ക. യാദവൻ. അതെ, യാദവി. എന്താണ്? യാദവി. 150 ആയി. രാഷ്ട്രികൻ. എന്താണ്? രാഷ്ട്രികൻ. രാഷ്ട്രികൻ. എന്താണ് രാഷ്ട്രികന്റെ? രാഷ്ട്രിക. ഓക്കെ, രാഷ്ട്രികൻ, രാഷ്ട്രിക. ഓക്കെ, നോക്കുക. കത്തനാർ, ബസ്കിയമ്മ. നായനാർ, നേത്യാർ എന്നും പറയും, അച്ചി എന്നും പറയും. കർഷകൻ, കർഷകി. ഈശ്വരൻ, ഈശ്വരി. മനീഷി, മനീഷിണി. സാക്ഷി, സാക്ഷിണി. വിമോചകൻ, വിമോചക. രക്ഷാകർത്താവ്, രക്ഷാകർത്തൃ. കണിയാൻ, കണിയാൻ. കണിയാൻ കേട്ടോ. കണിയാൻ. കണിയാൻ. ഓക്കെ, കണിയാൻ, കണിയാട്ടി. യാദവൻ, യാദവി. ഓക്കെ, രാഷ്ട്രികൻ, രാഷ്ട്രിക. ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. ഓക്കെ, നമ്മൾ എപ്പോഴെപ്പോഴും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ കുറെ തവണ നമ്മൾ ആലോചിച്ചാല് നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കിട്ടും. അതെങ്ങനെയാന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്താ വെച്ചാല് ഈ ഇടയ്ക്ക് സമയം കിട്ടുമ്പോ യൂട്യൂബില് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റിനെ പറ്റി പറയുന്ന വീഡിയോസുകൾ ഉണ്ടാവും. അതൊക്കെ ഒരു 5 മിനിറ്റ്സിന്റെ ഒക്കെ വീഡിയോസ് എടുത്ത് നോക്കുക. അപ്പൊ അതിനകത്ത് നമ്മൾ കണ്ടിന്യൂസ്ലി കോൺസ്റ്റന്റ്ലി ഒക്കെ ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആൽക്കമിസ്റ്റില് പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ നിങ്ങളുടെ ആഗ്രഹം വളരെ ശക്തവും സത്യസന്ധവും ഒക്കെ ആണെങ്കിൽ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രകൃതി നിങ്ങൾക്ക് ചുറ്റും എന്താണ് അതിനുള്ള വഴി ഒരുക്കിക്കൊണ്ടേയിരിക്കും എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ അതേപോലെ സംഭവിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ രാഷ്ട്രീയൻ കഴിഞ്ഞു. വയോധികനിലേക്ക് കടക്കാൻ പോവാണ്. വയോധികൻ. ഓക്കെ, തമാശയൊന്നുമല്ല കേട്ടാ, സത്യസന്ധമായ കാര്യങ്ങളാണ് അതൊക്കെ. വയോധിക. ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. പറ്റുന്നവരിടയ്ക്കൊക്കെ ഒരു കുഞ്ഞു ബുക്ക്. ഓക്കെ, വയോധിക. വിഖ്യാതൻ. വിഖ്യാതൻ. വിഖ്യാതൻ എന്താണ്? വിഖ്യാത. നമ്മൾ ടോപ്പിക് വിട്ടുപോയോ? ഓക്കെ, നെക്സ്റ്റ് വിദഗ്ധൻ. വിദഗ്ധൻ. വിദഗ്ധന്റെ എന്താണ്? വിദഗ്ധ. ഓക്കെ, വിദഗ്ധൻ, വിദഗ്ധ. നെക്സ്റ്റ് വേദി. വേദി എന്താ വരിക? വേദിക. വേദി, വേദിക. ശാലീനൻ. ശാലീനൻ എന്താ വരിക? ശാലീന. ഓക്കെ, ഒന്നും കൂടി പറയാം. ശാലിനി എന്നും പറയാം. ശാലീനൻ, ശാലിനി ഉണ്ട്, ശാലീന ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് അക്കിത്തിരി. അക്കിത്തിരി കേട്ടിട്ടുണ്ടോ? അക്കിത്തിരിയുടെ എന്താണ്? പത്തനാടിയാണ് കേട്ടോ. അക്കിത്തിരി, പത്തനാടി. ഓക്കെ, പത്തനാടി. നെക്സ്റ്റ് നമ്പി. നമ്പിയുടെ എന്താ? നങ്ങയാണ്. നമ്പി, നങ്ങ. ഓക്കെ, 158. മൂസത്.
മൂസദ്, മൂസദിന്റെ എന്താ? മനയമ്മയാണ്. മൂസദ് മനയമ്മ. ഓക്കെ, മൂസദ് മനയമ്മ. ഉണ്ണിയാണെങ്കിലോ? ഉണ്ണിയാണെങ്കിൽ ഇട്ടിയാണ് കേട്ടോ വരിക, പെണ്ണ് ഇട്ടി. ഓക്കെ, 160. മാരാൻ, മാരാൻ, മാരാന്റെ എന്താണ്? മാരാത്തി. ഓക്കെ, മാരാൻ മാരാത്തി. അല്ലെങ്കിലോ മാരസ്യാർ എന്നും പറയും. നേരത്തെ നമ്മൾ ഷാരസ്യാർ പിഷാരസ്യാർ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ അല്ലെ. അപ്പൊ ഓക്കെ, മാരാൻ മാരാത്തി അല്ലെങ്കിൽ മാരസ്യാർ. 161. അടിയൻ. അടിയൻ എന്താടോ? അടിയൻ അടിയാട്ടി. ഓക്കെ, അടിയൻ അടിയാട്ടി. ഇതൊക്കെ പഠിച്ചു വെക്കുക, എളുപ്പല്ലേ. ഓക്കെ, വയോധികൻ. വയോധികന്റെ എന്താ? വയോധിക. വിഖ്യാതൻ വിഖ്യാത. വിദഗ്ധൻ വിദഗ്ധ. വേദി വേദിക. ശാലീനൻ ശാലീന അല്ലെങ്കിൽ ശാലിനി. അക്കിത്തിരി പത്തനാടി. നമ്പി നങ്ങ. മൂസദ് മനയമ്മ. ഉണ്ണി ഇട്ടിയാണ്. മാരാൻ മാരാത്തി അല്ലെങ്കിൽ മാരസ്യാർ എന്നും പറയാം. അടിയൻ അടിയാട്ടി. അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആയില്ലേ? ഒരു 10 രൂപ കൂടി ഉണ്ട് തോന്നുന്നു കേട്ടോ. അതെന്താ തീരാത്തേന്ന് എനിക്കും തോന്നുന്നുണ്ട്. 161 ആയി. അപ്പൊ എല്ലാരും സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവറിനെ കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ കണ്ടിന്യൂസ്ലി കോൺസ്റ്റന്റ്ലി ഒക്കെ റിപ്പീറ്റ് അടിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് എവിടെ പതിയും? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയും. സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും പോകില്ല കേട്ടോ. അത് അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. പിന്നെ അതിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളുടെ സിസ്റ്റം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും എഫക്റ്റീവും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് സഖാവ്. സഖാവ് എന്താണ്? സഖാവിന്റെ സഖിയാണ് കേട്ടോ. സഖാവ് സഖി. സേവകൻ. സേവകന്റെ എന്താടോ? സേവകൻ സേവിക. ഓക്കെ, സേവകൻ സേവിക. പിന്നെ കാരണവർ. കാരണവരുടെ എന്താണ്? കാരണവത്തിയാണ് കേട്ടോ. കാരണവത്തി. എന്ത് സാധനം? എന്താ മത്തിയാണോ? 165. കാരണവർ കാരണവത്തി. താന്ത്രികൻ. താന്ത്രികൻ. താന്ത്രികന്റെ എന്താണ്? താന്ത്രിക. ഓക്കെ, താന്ത്രികൻ താന്ത്രിക. നർത്തകൻ. ഇതൊക്കെ നമുക്കറിയാം അല്ലെ. നർത്തകൻ. നർത്തകന്റെ എന്താടോ? നർത്തകി. ഓക്കെ, നർത്തകൻ നർത്തകി. നെക്സ്റ്റ് നരൻ. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ. നരൻ നാരിയാണ് കേട്ടോ. നരൻ നാരി. നെക്സ്റ്റ് നിയുക്തൻ. നിയുക്തൻ. നിയുക്തന്റെ എന്താ? നിയുക്ത. നിയുക്ത. ഓക്കെ, 169. നിരപരാധി. നിരപരാധി. നിരപരാധിയുടെ എന്താ വരിക? നിരപരാധിനി. ഓക്കെ, നിരപരാധി നിരപരാധിനി. 170ലേക്ക് പോവാണ്. പാഞ്ചാലൻ. പാഞ്ചാലൻ. അപ്പൊ നിങ്ങൾ എന്ത് വിചാരിക്കും? പാഞ്ചാലി ആണല്ലോ അല്ല കേട്ടോ. പാഞ്ചാല. പാഞ്ചാലൻ പാഞ്ചാല. ഓക്കെ, ബുദ്ധൻ. ബുദ്ധന്റെ ലേഡി ആരാടോ? ബുദ്ധൻ ബുദ്ധ. ഓക്കെ, 172. ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ. ബ്രാഹ്മണന്റെ എന്താ വരിക? ബ്രാഹ്മണി. ഓക്കെ, ബ്രാഹ്മണൻ ബ്രാഹ്മണി. നെക്സ്റ്റ് ഭിക്ഷു. ഭിക്ഷു എന്താ വരിക? അത് നമുക്കറിയുണ്ടാവും. ഭിക്ഷുകി. ഓക്കെ, ഭിക്ഷു ഭിക്ഷുകി. ഭിക്ഷു ഭിക്ഷുകി. ഓക്കെ, ക്ലിയർ. സഖാവ് സഖി. സേവകൻ സേവിക. കാരണവർ കാരണവത്തി. താന്ത്രികൻ താന്ത്രിക. നർത്തകൻ നർത്തകി. നരൻ നാരി. നിയുക്തൻ നിയുക്ത. നിരപരാധി നിരപരാധിനി. പാഞ്ചാലൻ പാഞ്ചാല. ബുദ്ധൻ ബുദ്ധ. ബ്രാഹ്മണൻ ബ്രാഹ്മണി. ഭിക്ഷു
ഭിക്ഷുകി. അപ്പൊ അത്രയും ഭാഗം ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പൊ 173 ആണ് അല്ലെ. ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കേട്ടോ. പഠിച്ചു വെക്കേ. ഒരു മാർക്കാണ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുക. നമ്മൾ ഇതുവരെ 3 ക്ലാസ് ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ട്. ഇത് 4ാമത്തെ ക്ലാസ് ആണ്. പക്ഷേ ഈ 4 ക്ലാസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു മാർക്ക് കിട്ടും. കാരണം ഇതിനേക്കാൾ കൂടുതൽ ഇനി എവിടെന്നെങ്കിലും വരുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ. അപ്പൊ മടയൻ, മടയൻ, മടയന്റെ എന്താ വരിക? മടയൻ, മടയി ആണ്. മടയൻ, മടയി. ഓക്കെ. നെക്സ്റ്റ് പ്രഭാഷകൻ, പ്രഭാഷകൻ, പ്രഭാഷകന്റെ എന്താ? പ്രഭാഷക, പ്രഭാഷകൻ, പ്രഭാഷക. ഓക്കെ. നെക്സ്റ്റ് ഭീമൻ, ഭീമൻ, ഭീമന്റെ എന്താ വരിക? ഭീമൻ, ഭീമ. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് കുടുംബസ്ഥൻ, കുടുംബസ്ഥൻ, കുടുംബസ്ഥന്റെ എന്താണ്? കുടുംബിനി ആണ് ട്ടാ. കുടുംബസ്ഥൻ, കുടുംബിനി. ഓക്കെ. 178 ഗുരു, ഗുരുവിന്റെ എന്താണ്? ഗുരുവിന്റെ ഗുരു തന്നെയാണ് കേട്ടോ. ഗുരു, ഗുരു തന്നെയാണ്. പഠിച്ചു വെക്കട്ടാ. നെക്സ്റ്റ് സ്നേഹവാൻ, സ്നേഹവാൻ, സ്നേഹവാന്റെ എന്താണ്? സ്നേഹവതിയാണ്. സ്നേഹവാൻ, സ്നേഹവതി. ഓക്കെ. സ്നേഹവാൻ, സ്നേഹവതി. ബുദ്ധിമാൻ, ബുദ്ധിമാൻ എന്തായിരിക്കും? ബുദ്ധിമതി. ഓക്കെ. ബുദ്ധിമതി. മതിയല്ലേ? അപ്പൊ നമുക്ക് വതികളും മതികളിലും നമുക്ക് ഇവിടെ നിർത്താൻ പോവാണ്. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത്, ഒരു മിനിറ്റ്, മടയൻ, മടയി, പ്രഭാഷകൻ, പ്രഭാഷക, ഭീമൻ, ഭീമ, കുടുംബസ്ഥൻ, കുടുംബിനി, ഗുരു എന്ത് തന്നെയാണ്? ഗുരു തന്നെയാണ്. ഓക്കെ. സ്നേഹവാൻ, സ്നേഹവതി, ബുദ്ധിമാൻ, ബുദ്ധിമതി. ഓക്കെ. അപ്പൊ നമ്മള് സ്ത്രീലിംഗം പുല്ലിംഗമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന 4 ക്ലാസ്സുകളാണ് ഇതുവരെ ചെയ്തത്. ഇതിൽ നമ്മൾ ഒരുപാട് ടോപ്പിക്സുകൾ, അതായത് ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കാതിരിക്കില്ല, എന്തായാലും ചോദിക്കും. അപ്പൊ ആ ഒരു മാർക്ക് നമ്മൾ എടുത്ത ക്ലാസ്സിന്റെ ഉള്ളിൽ നിന്ന് തന്നെയായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോ അഥവാ ഇതിന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു 180 വേർഡ്സ് പഠിക്കുക. ആ ഒരു ഫസ്റ്റ് നമ്മൾ അതിന്റെ ബേസിക് ഡീറ്റെയിൽസ് പറയുന്ന ക്ലാസ്സും കൂടി ഡിസ്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക. റിവിഷൻ ചെയ്യുന്നവർക്കും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ നമ്മളെ ക്ലാസ്സുകളെ കുറിച്ച് പൊക്കി തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. അപ്പൊ ഇഷ്ടപ്പെടുന്നവർ കാണുക. ഉപയോഗപ്രദമാവുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നന്നായി പഠിക്കാനും പ്രിപ്പയർ ചെയ്യാനും ഓർത്തു വെക്കാനും പരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത് നല്ല റാങ്കിലെത്തി ജോലിയിൽ കയറാനും പറ്റട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.